നിങ്ങളുടെ വീടിന്റെ മുൻപിൽ ഗ്യാസ് സിലിണ്ടർ എത്താതിരിക്കുന്നതിനേക്കാൾ ഭയാനകമായ ഒന്ന് സംഭവിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന ആധുനിക മനുഷ്യന് ഒരു നിമിഷം പോലും ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കുക എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒന്നാണ്. എന്നാൽ അറബിക്കടലിന്റെ ആഴങ്ങളിൽ അദൃശ്യമായി കിടക്കുന്ന കിലോമീറ്ററുകൾ നീളമുള്ള കേബിൾ ശൃംഖലകൾക്ക് മേൽ ഇപ്പോൾ യുദ്ധത്തിന്റെ കരിനിഴൽ വീണിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ മുഴങ്ങുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ സിഗ്നലുകളെ എന്നേക്കുമായി നിശബ്ദമാക്കിയേക്കാം. നാളെ രാവിലെ ഉണരുമ്പോൾ ലോകം മുഴുവൻ ഡിജിറ്റൽ ഇരുട്ടിലാകി പോകുമോ എന്ന ഞെട്ടിക്കുന്ന ചോദ്യത്തിലേക്കാണ് പശ്ചിമേഷ്യൻ സംഘർഷം വിരൽ ചൂണ്ടുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ മലയാളികൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ളവർ ആശങ്കയിലാണ്. യുദ്ധം നിലവിൽ പല രാജ്യക്കാരെയും ബാധിച്ചു കഴിഞ്ഞു. LPG ക്ഷാമം കാരണം പലയിടത്തും ഭക്ഷണത്തിന് വില വർദ്ധിച്ചു. ഇപ്പോഴിതാ ഇതിനെല്ലാം പുറമെ പുതിയൊരു ആശങ്ക കൂടി ഉയർന്നു വരികയാണ്. ഹോർമൂസ് കടലിടുക്കിനെയും ചെങ്കടലിനെയും കടന്നുപോകുന്ന സബ്സേ കേബിളുകളുടെ സുരക്ഷയാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായിരിക്കുന്നത്. ഈ കേബിളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ത്യയിൽ ഇന്റർനെറ്റ് സേവനം പോലും നഷ്ടമാകും. ഇന്ത്യയുടെ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ 60% മുംബൈയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള നിർണായക വഴിയിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ കേബിളുകൾക്ക് തടസ്സം സംഭവിച്ചാൽ ഇന്ത്യയിലുടനീളമുള്ള ഇന്റർനെറ്റ് വേഗത, ഡിജിറ്റൽ നെറ്റ്വർക്കുകൾ, ക്ലൗഡ് സേവനങ്ങൾ എന്നിവയെ ബാധിക്കും. പ്രധാനമായും ചെങ്കടലിലൂടെ കടന്നുപോകുന്ന സബ്സേ കേബിളുകളുടെ കാര്യത്തിലാണ് ആശങ്ക ഉയരുന്നത്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്കുള്ള ഡേറ്റ ട്രാഫിക്കിന്റെ ഭൂരിഭാഗം വഹിക്കുന്ന 17 സബ്സേ കേബിളുകൾ ചെങ്കടലിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇന്ത്യയിൽ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ ശേഷിക്കുന്ന 40% ഭൂരിഭാഗവും ചെന്നൈയിൽ നിന്ന് സിംഗപ്പൂരിലേക്കും പസഫിക്കിലേക്കുമാണ് പോകുന്നത്. സബ്സേ കേബിളിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ മിഡിൽ ഈസ്റ്റിലെ നിലവിലുള്ള യുദ്ധ സാഹചര്യത്തിൽ അവയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുക വലിയ വെല്ലുവിളിയാണ്. സാധാരണ സമയങ്ങളിൽ പോലും കടലിനടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറെ സമയവും പരിശ്രമവും ആവശ്യമായി വരാറുണ്ട്. ഇന്ത്യയിലെ എല്ലാ മുൻനിര ടെലികോം, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപനങ്ങളുടെയും സബ്സേ കേബിളുകൾ ഹോർമൂസ് കടലിടുക്കിനും ചെങ്കടലിനും അടിയിലൂടെയാണ് കടന്നുപോകുന്നത്. റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, വോഡഫോൺ ഐഡിയ എന്നിവയും ഇവയിൽ ഉൾപ്പെടുന്നവയാണ്. നമ്മുടെ സ്മാർട്ട് ഫോണുകളിലൂടെയും കമ്പ്യൂട്ടറുകളിലൂടെയും എത്തുന്ന ഇന്റർനെറ്റ് തരംഗങ്ങൾ യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്നത് ആഴക്കടലിലെ അതിസങ്കീർണമായ കേബിൾ ശൃംഖലകളിലൂടെയാണ്. ചെങ്കടൽ വഴിയുള്ള ഈ നീണ്ട ഡേറ്റാ പാതകളിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സായുധ ഗ്രൂപ്പുകൾക്കും വലിയ സ്വാധീനമുണ്ട്. യുദ്ധസമയത്ത് ശത്രു രാജ്യങ്ങളെ തളർത്താൻ തന്ത്രപരമായ നീക്കമെന്ന നിലയിൽ ഈ സബ്സേ കേബിളുകളെ ലക്ഷ്യം വെച്ചാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ നിശ്ചലമാക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുംബൈയിൽ നിന്നുള്ള ഡേറ്റാ പ്രവാഹം തടസ്സപ്പെട്ടാൽ ബാങ്കിംഗ്, IT, ആരോഗ്യ മേഖലകൾ നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത തകർച്ചയായിരിക്കും. കടലിനടിയിലെ കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ അവ പരിഹരിക്കുക എന്നത് സമാധാന കാലത്ത് പോലും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പ്രത്യേക സജ്ജീകരണങ്ങളുള്ള കപ്പലുകളും സാങ്കേതിക വിദഗ്ധരും മാസങ്ങളോളം അധ്വാനിച്ചാണ് ഇത്തരം പ്രശ്നങ്ങൾ തീർക്കാറുള്ളത്. എന്നാൽ മിസൈൽ ആക്രമണങ്ങളും നാവികസേനകളുടെ കാവലുമുള്ള യുദ്ധമേഖലകളിൽ ഇത്തരം അറ്റകുറ്റപ്പണികൾ അസാധ്യമായി മാറും. അതായത് ഒരിക്കൽ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ അത് പുനഃസ്ഥാപിക്കാൻ മാസങ്ങളോ വർഷങ്ങളോ കാത്തിരിക്കേണ്ടി വരുമെന്നത് ഡിജിറ്റൽ ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ്. ഇന്ന് നാം നേരിടുന്ന ഗ്യാസ് ക്ഷാമം നമ്മുടെ വയറിനെയാണ് ബാധിക്കുന്നതെങ്കിൽ ഇന്റർനെറ്റ് തടസ്സം നമ്മുടെ നിലനിൽപ്പിനെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. യുദ്ധം ദൂരെ എവിടെയാണെന്ന് കരുതി സമാധാനിക്കുന്നവർ ഓർക്കുക, നിങ്ങളുടെ ഫോണിലെ റേഞ്ച് ഇല്ലാതാകുന്നത് കടലിനടിയിലെ ആ വലിയ സ്ഫോടനത്തിന്റെ ഫലമായിരിക്കാം. സാങ്കേതിക വിദ്യയുടെ ഈ സുവർണകാലത്തും മനുഷ്യനിർമ്മിതമായ അതിർത്തി തർക്കങ്ങൾ നമ്മെ ശിലായുഗത്തിലേക്ക് മടക്കി കൊണ്ടുപോകാൻ കെൽപ്പുള്ളവയാണ്. അതൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടിയാണ്.